നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഡെയിലി ഇങ്ങനെ കിച്ചണിൽ കയറിയിട്ട് എൻ്റെ കുറേ കലാവിരുതുകളൊക്കെ ചെയ്യുന്നതാണ് രാവിലെ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ്. എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടുക. കമൻസൊക്കെ നല്ല കുറവാണ് ഗേസ്. വീഡിയോ ഇട്ടാൽ ലൈക്കും കമൻസും ഒക്കെ കുറവാണ് കേട്ടോ. വ്യൂസ് തിരക്കേടില്ലാതെ ഉണ്ട്. എൻ്റെ ഒരു സ്ഥിരം 200 പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിസ്ക് മൊത്തം എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വാട്ട് എയ്റ്റിൻ്റെ ഒക്കെ കുറേ കണ്ടിട്ടുണ്ടാവൂലേ? അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ചടച്ചിരിക്കുകയായിരിക്കും എല്ലാവരും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കൊരു വാട്ട് ഐ കുക്കിൻ്റെ വീഡിയോ ചെയ്തുകൂടാന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഡെയിലി ഇങ്ങനെ കിച്ചണിൽ കയറിയിട്ട് എൻ്റെ കുറേ കലാവിരുതുകളൊക്കെ ചെയ്യുന്നതാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ. അപ്പോൾ അതൊരു കണ്ടൻ്റ് ആക്കിയതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്നുള്ളൊരു വീഡിയോ ആയിരിക്കും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ടിപ്സ് ഉണ്ടായിരിക്കും, ട്രിക്സ് ഉണ്ടായിരിക്കും, എല്ലാതും ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ കുറേ എൻ്റെ പരീക്ഷണങ്ങളുണ്ടായിരിക്കും. പിന്നെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അത്യാവശ്യം കുക്കിങ്ങൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഡെയിലി വ്ളോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് ഗേസ്. ഈ കുട്ടീനെയും വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ക്ലാസ് കാണണം, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ എൻ്റെ ഫസ്റ്റ് കുക്കിംഗ് എന്ന് പറയുമ്പോൾ ചായ ഉണ്ടാക്കലാണ്. രാവിലെ ചായ അത് മസ്റ്റാണ്. അതൊരു അടിപൊളി ചായനായിരിക്കും ഉണ്ടാക്കാം. അപ്പോൾ ഇതാ പാലും വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇരിക്കുക പഞ്ചസാര ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു സ്ട്രോങ് ചായ രാവിലെ അത് നിർബന്ധം. എനിക്കാണെന്നുണ്ടെങ്കിലും കണ്ണേട്ടനാണെന്നുണ്ടെങ്കിലും. കണ്ണേട്ടന് പിന്നെ പല്ല് തേച്ച് കഴിഞ്ഞാൽ ചായ കിട്ടിയില്ലെങ്കിൽ കണ്ണേട്ടനാകെ ടെററാവും ഗേസ്. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്, രാവിലെ ചായ മസ്റ്റാണ്, നിർബന്ധമാണ് എല്ലാവർക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ദിച്ചുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതാ ഉരുളൻകിഴങ്ങൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ കുറച്ച് ചിക്കൻ മസാല എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ദിച്ചുവിന് ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ചോറും തൈരും പിന്നെ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈയും കൂടെയാണ് കൊടുത്തയക്കുക എന്നും രാവിലെ അല്ല, ഉരുളക്കിഴങ്ങ് ഉള്ള ദിവസം. അല്ലാത്ത ദിവസം സോയാബീൻ പിന്നെ എന്താ വീട്ടിലുള്ള വെച്ചാൽ അതൊക്കെ കൊടുത്തു വിടും. തൈര് മസാല. അപ്പോൾ ഇത് ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് പൊടി എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആവും കേട്ടോ നമ്മുടെ ഗോതമ്പ് ദോശ. ഇത് റേഷൻ കടത്തെ പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തരിതരിപ്പ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നന്നായിട്ട് മിക്സിയിലടിക്കും. എന്നിട്ട് അതിൻ്റെ തരിതരിപ്പൊക്കെ പോയാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് മിക്സിയിലടിച്ച് കഴിഞ്ഞാലാണ് നല്ല സോഫ്റ്റ് അടിപൊളിയാവാം. മറ്റേതാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ബലം പോലെ തോന്നാറുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഗോതമ്പ് ദോശയ്ക്ക് ഞാനിതവിടെ പീനട്ട് ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പീനട്ട് ബട്ടറും ഗോതമ്പ് ദോശ അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഗോതമ്പ് ദോശ നല്ല മുരിച്ചുണ്ടാക്കണം, നല്ല അടിപൊളിയാക്കിയിട്ട് ഉണ്ടാക്കണം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ എല്ലായിടത്തും ആക്കിയിട്ട് ജസ്റ്റ് റോൾ ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടെ ഞാൻ അത് റോസ്റ്റ് ചെയ്യല്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കും ആ ദോശ ചട്ടിയിലിട്ടിട്ട്. അപ്പോൾ നമ്മൾ പീനട്ട് ബട്ടറൊക്കെ മെൽട്ടായിട്ട് എല്ലായിടത്തും നന്നായിട്ട് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്താ പറയുക. അപ്പോൾ ആദ്യം അർജൻറ്റായിട്ട് 3 വേണം. അപ്പോൾ ദിച്ചുവിനും കണ്ണേട്ടനാണ് കേട്ടോ 3. ദിച്ചു 1 കഴിക്കുള്ളൂ, കണ്ണേട്ടന് 2. അതിൽ കൂടുതൽ 2 പേരും കഴിക്കില്ല കേട്ടോ. ഇതാകുമ്പോൾ അത്യാവശ്യം ഹെവി ആണല്ലോ. ഗോതമ്പുമാണ്, പിന്നെ അതിൻ്റെ ഉള്ളിൽ പീനട്ട് ബട്ടറാണ്. അപ്പോൾ അത്രയും കഴിച്ചാൽ മതി. പക്ഷെ ഞാൻ ഒരു 3 കഴിക്കും. ഞാനൊരു ബ്രസ്റ്റ് ഫീഡിങ്ങുള്ള മമ്മിയല്ലേ ഗേസ്. അപ്പോൾ അങ്ങനെ അർജൻറ്റുള്ള 3 സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അർജൻറ്റ് ഇല്ലാത്ത 3 ഞാൻ ഇപ്പം തന്നെ ഉണ്ടാക്കില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാക്കുള്ളൂ. ഇവരെല്ലാം പോയിട്ടാണ് ഞാനത് ഉണ്ടാക്കുക. അപ്പോൾ അതങ്ങനെ സെറ്റായി. പിന്നെ ഞാൻ എനിക്കുള്ള 3 ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. അപ്പോൾ ഇതിങ്ങനെ പരത്തുമ്പോണ്ടല്ലോ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിരിക്കുക. നേരത്തെ അങ്ങ് സെറ്റായി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴെന്തോ ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, അതെനിക്കുള്ളതാണല്ലോ. അപ്പോൾ കുറച്ച് പൊട്ടിയാലും കീടന്നാലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്കുള്ള 3 സെറ്റായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചായയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ലഞ്ച് പ്രിപ്പറേഷനാണ്.
ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴാണ് ചീര കണ്ടത്. അപ്പോൾ ഇനി അത് എടുത്തു വെച്ചാൽ കേടുന്ന് പോകും. അപ്പോൾ അതിന് മുന്നേ അതിനെ ശരിയാക്കണം. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നന്നായി കഴുകിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാനിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചീര കൊടുന്നിട്ട് 2 ദിവസമായി. കൊടുന്ന ദിവസം ഞാൻ തേങ്ങ നരയ്ക്കാതെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ശരി പരിപ്പൊക്കെ ഇട്ടിട്ട് ലാവിഷായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. എനിക്ക് അങ്ങനെ പരിപ്പൊന്നും ഇടാതെ തേങ്ങ നരയ്ക്കാതെ കേട്ടോ ഇഷ്ടം. അതായിരിക്കും കഴിക്കുമ്പോൾ ഒരു അടിപൊളി. ആ ഒരു രസമൊന്നും നമ്മളിങ്ങനെ തേങ്ങ അരച്ച് കുറുക്കിണ്ടാക്കുന്നതിന് കിട്ടില്ല കേട്ടോ. എനിക്ക് പൊതുവേ തേങ്ങ അരയ്ക്കാത്ത കറികളാണ് ഇഷ്ടം. പണിയും ലാഭം, കഴിക്കാനും രസം. പിന്നെ എന്താ അപ്പോൾ അതാ ആദ്യം പരിപ്പൊക്കെ കഴുകി കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങ ചിരകലാണ്. തേങ്ങ പൊളിച്ചത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസ് ഒരു മുറി ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ചിരകാണ്. ഒരു മുറി തേങ്ങയ്ക്ക് 4 പച്ചമുളക്, ഒരു 4 ചെറിയ ഉള്ളി വളരെ ചെറിയതാണ് കേട്ടോ. അതുകൊണ്ടൊരു 4 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മളെ പരിപ്പ് ഇതാ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിതാ ചീരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ വേവിക്കാം. ഒരു വിസിലും കൂടെ അടിക്കാം, എന്നാലാണ് സെറ്റാവുള്ളൂ. കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ ചീരയൊക്കെ വെന്തിട്ടുണ്ട്. ചീരയ്ക്ക് അത്യാവശ്യം വേവുണ്ട് കേട്ടോ. അതിൻ്റെ ആ തണ്ടൊക്കെ വേവണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം വേവിക്കുന്നത് വേണം. അപ്പോൾ ഇതാ നമ്മൾ അരപ്പ് എന്തായാലും മതിക്ക് ചേർക്കട്ടെ. വെള്ളം കുറച്ച് കൂടിപ്പോയോ എന്നുള്ളൊരു ഡൗട്ട് കേട്ടോ. ഇത്രയും വെള്ളം വേണ്ടായിരുന്നു ഗേസ്. ഞാനൊരു കുറുകിയ ടൈപ്പാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, നമുക്ക് രാത്രിയും കഴിക്കണമല്ലോ, അതിന് കറി വേണമല്ലോ. അപ്പോൾ ഇതിരിക്കട്ടെ. ഇനി നമുക്ക് അങ്ങനെ കുറുകിയ ടൈപ്പ് പിന്നെ ഉണ്ടാക്കാമല്ലേ. ഇനിയിപ്പോൾ ഇതാ കുറച്ച് വെണ്ടയ്ക്ക ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട എന്നുള്ളത്, ഫ്രൈ ചെയ്യാന്നുള്ളതും. അപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ഉപ്പ് ചേർത്തു, ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഉച്ചത്തേക്കാണ്, കുറച്ച് മതി. ഇത് വൈകുന്നേരത്തേക്ക് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ചൂടോടുക്കനാണ് രസം. അപ്പോൾ ഞാനിതാ ഉച്ചത്തേക്ക് മാത്രം ഉണ്ടാക്കിയിട്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചീരയും പരിപ്പും കറിയും. പക്ഷെ കറി വിളമ്പാനായപ്പോഴേക്കും കുറച്ച് കുറുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തതും. അപ്പോൾ സിമ്പിൾ ആൻഡ് ഈസി ലഞ്ച് സെറ്റ്. ഇനിയിപ്പോൾ 4 മണിക്ക് ചായയാണ്. അപ്പോൾ ദിച്ചു വരാനായിട്ടുണ്ട്. ആ ഒരു ടൈമിലാണ് നമ്മൾ ചായ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ പീലിക്കുട്ടിക്ക് പഴം വാട്ടുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2 കൂടെ എക്സ്ട്രാ ചെയ്തു. ദിച്ചുവിനും വന്നാൽ എന്തെങ്കിലും കഴിക്കേണ്ടി വരും. അപ്പോൾ അവനും കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ രാത്രിത്തെ ഫുഡിന് ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ കൊടുന്നതിൻ്റെ ബാലൻസ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു 2 സവാള എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ അത്യാവശ്യം നന്നായി വഴറ്റാം. ഒരു കയ്യിൽ ഫോണും ഒരു കൈയും കൊണ്ട് പാചകം കൂടെ കുറച്ച് പണിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മസാല ഇടുന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വോയിസ് ഓവർ എടുക്കുമ്പോൾ പീലിക്കുട്ടിയും കൂടെ സംസാരിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ മസാല, ചിക്കൻ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ എല്ലാം കൂടെ നന്നായി മസാലയാക്കി. അപ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ടു സെറ്റാക്കി. ഇനിയിപ്പോൾ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പിൻ്റെ ഇല അതൊക്കെ പാടിട്ടിട്ട് നമ്മളെ ചിക്കൻ സെറ്റായിട്ടുണ്ട്. നമ്മൾ വിളമ്പാനാകുമ്പോഴേക്കും ഒരു പരുവം ആയിട്ടുണ്ടായിരുന്നു. മല്ലിപ്പൊടി നന്നായി വറുത്തോണ്ടാണ് കേട്ടോ ഈ ഒരു കളർ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ജീരകപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറിയ ജീരകം. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതാണ് രാത്രിത്തെ ഫുഡ്. പിന്നെ ചീരക്കറി ഉണ്ട് ഇഷ്ടംപോലെ, പക്ഷേ ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ചിക്കനും ചോറും ഈ ഒരു മസാല നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് അടിപൊളിയായി കഴിച്ചു. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഹായ് ടാറ്റ കൊത്ത, ടാറ്റ കൊത്ത, ഹായ്.